ഇറാനും ഇസ്രായേലും അമേരിക്കയ്ക്കും ഇടയിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനെതിരെ ഇങ്ങനെയൊരു ആക്രമണം നടന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കതൊന്ന് പരിശോധിക്കാം. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തും. അവർ ഒരു ആണവ രാജ്യമായി മാറുകയും ചെയ്യും. ആണവ രാജ്യമായി മാറുന്ന രണ്ടാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാകും ഈ പറയുന്ന ഇറാൻ. ആദ്യത്തെ രാഷ്ട്രമായ പാകിസ്ഥാനെ കൊണ്ട് നമുക്കുള്ള തലവേദന പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മേഖലയിൽ അതോടുകൂടെ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, ഇറാൻ എന്നിങ്ങനെ 4 ആണവ ശക്തികൾ ഉണ്ടാകും. പാകിസ്ഥാൻ ആണെങ്കിലും ചൈനയാണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള 3 രാജ്യങ്ങൾക്ക് അതോടെ ആണവ ആയുധങ്ങൾ ഉണ്ടാകും. ഈ 3 കൂട്ടരിൽ തന്നെ പാകിസ്ഥാനും ഇറാനും ഒരുപക്ഷെ ഇന്ത്യക്ക് നേരിട്ട് ഒറ്റയ്ക്കൊരു ഭീഷണിയാവില്ല. പക്ഷേ തത്വത്തിൽ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഈ മേഖലയിൽ ലഭിക്കുന്ന ഒരു മേൽക്കൈ തന്നെയായിരിക്കും ഇറാന്റെയും പാകിസ്ഥാന്റെയും ആണവശേഷി എന്ന് പറയുന്നത്. ഇനി ആണവ ഭീഷണിക്ക് പുറമെ മറ്റ് ചില ഭീഷണികൾ കൂടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന പശ്ചിമേഷ്യയിലും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുമൊക്കെയുണ്ട്. അതെന്ന് പറയുന്നത് ഹമാസ്, ഹൂതി, ഹിസ്ബോള തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നതാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോക്സി ആയിട്ടുള്ള യുദ്ധം. നിലവിലെ യുദ്ധത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ 2023 ആക്രമണമാണ്. 2025 ഫെബ്രുവരി 5 ഹമാസ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ യോഗം ചേർന്നവരാണ്. അതായത് ഹമാസിന്റെ കണക്ഷൻ ഇന്ത്യയിലും എത്തിയിരിക്കുന്നു. ഖാലിദ് അൽ ഗദൌമിയുടെ നേതൃത്വത്തിൽ കാശ്മീരിന്റെ വിമോചനമാണ് അവിടെ ആഹ്വാനം ചെയ്തത്. അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നതും. ഈ ഗദൌമിക്ക് അഭയവും സുരക്ഷിതത്വവും നൽകിയിരിക്കുന്നത് ഇറാനാണ് എന്നുള്ളതാണ് വസ്തുത. മൂന്നാമതൊരു കാരണം കൂടെ ഉണ്ട് ഇറാൻ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് ഇന്ത്യക്ക് ഉപകാരമായി വരാവുന്നത്. അഫ്ഗാൻ വഴി ഒഴുകി വന്നിരുന്ന ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഇറാനാണ്. ചാബഹാർ, ബന്ദാർ അബ്ബാസ് തുറമുഖങ്ങൾ വഴിയായിരുന്നു അഫ്ഗാനിൽ നിന്നും ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിരുന്നത്. 2021 ഗുജറാത്തിലെ മുണ്ട്ര പോർട്ടിൽ നിന്നും ഇറാനിൽ നിന്നും വന്ന ടൺ കണക്കിന് മയക്കുമരുന്നാണ് DRI സീസ് ചെയ്തത്. ഹമാസിനെ പോലെയുള്ള സംഘടനകളെ പരിപോഷിപ്പിക്കുന്ന ചൈനയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം ഒരാണവ ശക്തിയായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. എന്നിട്ട് വേണം യുദ്ധത്തിൽ പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ടും. മറുവശത്ത് അമേരിക്കൻ തിട്ടൂരങ്ങൾ അനുസരിക്കുന്ന ഒരു ഗവൺമെന്റ് വന്നാൽ അതിൻ്റെതായ ദോഷങ്ങളും തീർച്ചയായും ഇന്ത്യക്കുണ്ടായിരിക്കും. പക്ഷേ ആദ്യം പറഞ്ഞതിനേക്കാൾ എത്രയോ അപകട സാധ്യത കുറവായിരിക്കും രണ്ടാമത്തേതിന്. നയതന്ത്രത്തിൽ സ്ഥിരമായി ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അവിടെ അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. നിലവിൽ നമുക്ക് നല്ലത് ഇറാൻ വീഴുക എന്നത് തന്നെയാണ്. ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെകുത്താനോട് പൊരുതാൻ നോക്കുക. സ്രാവുകളും തിമിംഗലങ്ങളും വാഴുന്ന ആഴക്കടൽ നീന്തി അതിജീവിക്കുമെന്ന റിസ്കിനേക്കാൾ 10 ഇരട്ടി പ്രായോഗികത കരയിൽ നിൽക്കുന്ന ചെകുത്താനോട് പൊരുതുക എന്നതിന് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ വീഴുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനും നല്ലത്. നാളെ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ നിയന്ത്രണത്തിൽ ഒരു പാവ ഗവൺമെന്റ് ഈ പറയുന്ന ഇറാൻ എന്ന സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ് ചൈനയുമായി ചേർന്ന് ഇന്ത്യയുടെ പിന്നിൽ നിന്ന് കുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ശത്രു എന്ന് പറയുന്നത് തന്നെ ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ത്രാസ് വെച്ച് തൂക്കിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ഇറാൻ ഭരണകൂടം വീഴുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കാൻ പോകുന്ന സംഗതി തന്നെയാണ്.